അപ്പോൾ സുഹൃത്തുക്കൾ, ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ച് മീൻ മേടിച്ചു മാർക്കറ്റിൽ നിന്നേ. ഇപ്പോൾ അയലമീനായിരുന്നു. മീൻ കണ്ടിട്ട് നല്ല ഫ്രഷായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ കാരണം അയല. ബ്ലഡിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും പുതിയതാണെന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ ചെകളൊക്കെ നോക്കിയപ്പോൾ ഒരുമാതിരി സാമാന്യം ഒരു പുതിയതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എന്നാന്ന് വെച്ചാൽ ഞാൻ അത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് അത് തലവെട്ടി ഒക്കെ എടുത്തപ്പോൾ പൂച്ച വരുന്നുമ്പോൾ എൻ്റെ വളർത്തുന്ന പൂച്ചയായിരുന്നു. അതിന് കൊടുത്തു. ഒരു 3-4 തലയും തിന്നു. പിറ്റേ ദിവസം മുതൽ പൂച്ചയ്ക്ക് തീറ്റയൊന്നും വേണ്ട. അങ്ങനെ അത് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിസൺ അടിച്ചു അതിന്. എന്നിട്ടത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പെറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് ഫോർമാലിൻ ഉണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ ഏതായാലും അതിനെ രക്ഷിക്കാൻ പറ്റിയില്ല. അത് 2 ദിവസം കൂടെ അങ്ങനെ കിടന്ന് ചത്തുപോയി. ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, അതിന് ട്രിപ്പ് ഇട്ടു, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും അത് രക്ഷപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സാമാന്യം നല്ലത് മീനാണ് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാനതങ്ങനെ ചെയ്തത്. പക്ഷെ നമ്മളെയൊക്കെ അത് ബാധിച്ചില്ല. അപ്പോൾ ഒരുപക്ഷെ കറി വെച്ചപ്പോഴോ അല്ലെങ്കിൽ മറ്റ് മസാലകളൊക്കെ ചേർത്ത് കറി വെക്കുമ്പോൾ വ്യത്യാസം വരില്ല. അതുകൊണ്ടായിരിക്കും അത്രയും നമ്മളെ ബാധിച്ചില്ല. അതായത് നമ്മുടെ അടുത്തതുപോലെ തന്നെ ഒരു വീട്ടുകാർ മീൻ മേടിച്ചിട്ട് അവർക്ക് ഛർദിയും അതുപോലെ തന്നെ വയറ്റിന് ഒഴിച്ചിലൊക്കെ ആയിട്ട് അവരും അയല മീൻ മേടിച്ചത്. കുറേ ദിവസം കൊണ്ട് അത് അവർക്കും ഇതടിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ അത് റിക്കവറായി വന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു തീരുമാനിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും എനിക്ക് അങ്ങനെ മീൻ മേടിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു. കാരണം എനിക്ക് സ്വന്തം മീൻ വെള്ളത്തിലുള്ളതുകൊണ്ട് ഞാനങ്ങനെ മേടിക്കാറില്ലായിരുന്നു. പിന്നെ നല്ല അയലാന്ന് കണ്ടപ്പോൾ ഒന്ന് കടൽ മീനിൻ്റെ ടേസ്റ്റ് വേറെ വ്യത്യാസമാണല്ലോ, അതുകൊണ്ട് ഞാൻ മേടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ പരിപാടി നടത്തി. അപ്പോൾ ഏതായാലും നമുക്ക് മീൻ ആവശ്യമാണല്ലോ ശരീരത്തിന്. അപ്പം വല്ലപ്പെടുന്ന കറി വെച്ച് തോന്നുമ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീൻ വളർത്തുന്നുണ്ട്. ഈ മീനുണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ ഒന്ന് പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അപ്പോൾ സാധാരണ ഇരയൊന്നും പണ്ടത്തോളം കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സാധാരണ ഇത് ചെയ്യാറുള്ളത് ഇതുണ്ടല്ലോ ഗോതമ്പ് മാവ് ഇതെടുത്തൊരു ശകലം വെള്ളത്തിൽ കുഴച്ച് ഇതിനാണെങ്കിൽ ഒരു പശപ്പ് കണക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതാ സാധാരണ ഇടാറുള്ളത്. പക്ഷേ എൻ്റെ കുഴപ്പമില്ല, ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് കൊത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഒരു മീനെ കിട്ടും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതെന്നാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മീൻ സ്വാഭാവികമായിട്ട് ഈ ചൂണ്ടക്കുളത്തെ കിടന്ന് പടയ്ക്കുമല്ലോ. അന്നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ചൂണ്ടിട്ടാലും വേറെ മീൻ കൊത്തില്ല. അങ്ങനെ സംഗതി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം മീൻ കിട്ടാറില്ല. ഒരു 1-2 മീൻ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ട് ഇച്ചിരി വെള്ളത്തിൽ അങ്ങ് കുഴയ്ക്കും. അപ്പോൾ ഇതിനൊരു പശയൊക്കെ ഉള്ളതുകൊണ്ട് ആ ചൂണ്ടക്കുളത്തിൽ ഇരുന്നോളൂ. അങ്ങനെ ഞാൻ സാധാരണ ചെയ്യാറില്ല. അതായത് നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കുളത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടേ ചൂണ്ടക്കുളത്തിലിട്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. സാധ്യതയില്ല, ഒരെണ്ണമൊക്കെ കൊത്തും, പിന്നെ കിട്ടാനാണ് പാട്. അത് പിടയ്ക്കുന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. ചിലപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം എനിക്കങ്ങനെ അനുഭവമുണ്ട്. അതോ ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കാത്തതുകൊണ്ടാണോ പിന്നെ കൊത്താത്തത്, അങ്ങനെ വരാൻ കാര്യമില്ല. ഇതിപ്പോൾ ഗോതമ്പ് മാവ് മാത്രമേ ഉള്ളൂ. ഗോതമ്പ് പൊടി തന്നെ ഞാൻ ചുമ്മാ കുഴച്ചെടുക്കുക. അതായത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ചൂണ്ടയിലൊന്ന് ഇപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കും. എന്നിട്ട് ചൂണ്ടയിലങ്ങ് വയ്ക്കും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇടിക്ക് കിട്ടുമോ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഏതായാലും വാ. വലയിട്ടിട്ടുണ്ട് ഈ മീൻ പക്ഷി ഒന്നും പിടിക്കാതെ. ഏതായാലും ഇട്ട് നോക്കാം, കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഈ വലയുടെ അടിക്കൽ ഇടുന്ന വെച്ചാൽ സാഹസമാണ്. ഏതായാലും പരിപാടി ഇട്ടിട്ടുണ്ട്. കുറേ മീനുണ്ട്. ഗൗരിയും തിലോപ്പിയും വാളയൊക്കെ കിടപ്പുണ്ട്. ഇതിനു മുമ്പ് എടുക്കേണ്ടതായിരുന്നു. പിന്നെ പറ്റിയെന്ന് അറിയത്തില്ല. ഇതുവരെയും കൊത്തിയിട്ടില്ല. സാധാരണ എന്തോ കൊത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. കൊത്തിയിട്ടുണ്ട്. പോയില്ലോ, കിട്ടിയില്ല അല്ലേ? തീറ്റ എടുത്തുകൊണ്ട് പോയി.
ഒരെണ്ണം കൊത്തിയിട്ടുണ്ട് കേട്ടോ, അടിച്ചിട്ടുണ്ട്. നട്ടറാന്ന് തോന്നുന്നു, അടിച്ചു പോയി, അതും കിട്ടിയില്ല. ചൂണ്ട ശരിയല്ലേ? റെത്തിലോപ്പിയ എടുത്തോ, ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് റെത്തിലോപ്പിയാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഉള്ളതിനെ നമുക്ക് പിടിച്ചെടുക്കാം. എടുക്കുക എന്നുള്ളതാണ് ഇനി സാഹസമായ സംഗതി. അവന് ഏതായാലും ഒരെണ്ണം കിട്ടി. ഇനി അടുത്തന്നെ നോക്കാം നമുക്ക്. ഇങ്ങോട്ട് കെട്ടി തരടാ. ഇവിടെ പറയുന്നവരിൽ അവിടെ ക്യാച്ചാകും, ഇനി കെട്ടിയെടുക്കണം. അടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഏതായാലും നട്ടറാ വീണ്ടും അടിച്ച്. നട്ടറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇന്നത്തെ കറിക്ക് അതിൽ രക്ഷോട്ട് കിട്ടുവാണല്ലേ, പറയാൻ പറ്റില്ല. പോയി ഹുക്ക് ശരിയാണില്ല, അതാ പോകണമെന്ന് തോന്നുന്നു. ഇതുണ്ടോ ചൂണ്ട അവൻ മുറിച്ചുകൊണ്ട് പോയി. ഇതുണ്ടോ പിരാനായിരുന്നു, പിരാന കടിച്ചു. അതൊക്കെ ഒരു പിടിച്ചിട്ടുണ്ട്, ഇവിടെ കടിച്ചിട്ടുണ്ട്. ഇതേ കടിച്ച് അവൻ മുറിച്ചു കൊണ്ടുപോയി. ഇനിയിപ്പോൾ രക്ഷോടൊന്നും അറിയത്തില്ല. ഏതായാലും ചൂണ്ട പോയി. അപ്പോൾ ഏതായാലും മീൻ അധികമൊന്നും നമുക്ക് കിട്ടിയില്ല, ഒരെണ്ണം കിട്ടിയുള്ളൂ. ഞാൻ പിന്നെ രണ്ടാമത്തെ മീൻ അത് നട്ടർ കടിച്ച് പിടിച്ചുകൊണ്ട് പോയി, അത് ചൂണ്ട. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് മീൻ കുളവും കാര്യങ്ങളും മീൻ വളർത്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ ആവശ്യമുള്ള മീനെ പിടിച്ചേക്കാൻ കഴിയും. ഈ വിഷമില്ലാത്ത മീൻ തിന്നാലോ, അങ്ങനെ ഗുണമുണ്ട്. അത് പിന്നെ അത് പിടിക്കാനുള്ളൊരു എഫക്റ്റീവായിട്ടുള്ളൊരു വിധം നമ്മൾ കണ്ടെത്താൻ മാത്രമേ ഉള്ളൂ. ചൂണ്ടയിൽ അത്ര പ്രാക്ടിക്കലല്ല. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കൊത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് പിടച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ മീൻ കൊത്താൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മീനെ പിടിക്കാനുള്ള വേറെ എന്തെങ്കിലും എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ തരണം കഴിയും. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീട്ടുമുറ്റത്തൊരു മീൻ കൃഷി, അധികം മീൻ വേണമെന്നില്ല, കുറച്ച് മീനുകളെയാണെങ്കിലും നമുക്ക് അത്യാവശ്യം വിഷമില്ലാത്ത തിന്നാലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ഷർട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.